ഭക്തിയുടെ നിറവിൽ വിജയദശമി ആഘോഷം. സരസ്വതി മണ്ഡപങ്ങളിൽ പൂജയെടുപ്പും വിദ്യാരംഭവും കലോപാസനയും നടന്നു. ആയിരക്കണക്കിന് കുരുന്നുകൾ വിജയദശമിയിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രങ്ങളിൽ വിജയദശമി ആഘോഷം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും വിജ്ഞാനപ്രകാശത്തിലേക്ക് കടക്കാൻ നിരവധി കുരുന്നുകളാണ് ക്ഷേത്രാങ്കണങ്ങളിലെത്തിയത്. നൃത്ത, സംഗീത, സാഹിത്യാദി കലകൾ അഭ്യസിക്കുന്നതിനും വിജയദശമി ദിനത്തിൽ തുടക്കം കുറിച്ചു. ദുർഗാഷ്ടമിയിൽ പൂജ വെച്ച പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പ്രാർത്ഥനാപൂർവ്വം തിരിച്ചെടുത്ത് പൂജയെടുപ്പ് ചടങ്ങുകൾക്ക് ശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. ആചാര്യസവിധത്തിൽ അറിവിന്റെ ആദ്യാക്ഷര മധുരം നുകരാനെത്തിയ കുരുന്നുകളുടെ നാവിൽ സ്വർണം കൊണ്ട് ഹരിശ്രീ കുറിച്ച് കൈവിരൽ കൊണ്ട് അരിയിലും അക്ഷരം എഴുതിച്ചാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. സരസ്വതി മണ്ഡപങ്ങളിൽ പ്രമുഖ ആചാര്യന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തി. പ്രധാന ക്ഷേത്രങ്ങളിലെ സരസ്വതി മണ്ഡപങ്ങളിൽ വലിയ ഒരുക്കങ്ങളാണ് വിജയദശമിയോടനുബന്ധിച്ച് നടത്തിയിരുന്നത്. പൂജയെടുപ്പിന് ശേഷം പുസ്തകങ്ങൾ സ്വീകരിച്ച് വീണ്ടും ഹരിശ്രീ കുറിച്ചാണ് മുതിർന്നവരും മടങ്ങിയത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങുകൾക്ക് അരവിന്ദവേലി അച്യുതൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായിരുന്നു. പ്രൊഫസർ ശങ്കരൻ നായർ, മാതങ്കി സത്യമൂർത്തി, ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ മേൽശാന്തി മുട്ടത്തുവന മഹേഷ് ദാമോദരൻ നമ്പൂതിരി കുരുന്നുകൾക്ക് ആദ്യാക്ഷര മധുരം കുറിച്ചു. കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകളെത്തി. പൂജയെടുപ്പിന് ശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. ഇടയ്ക്കോലി ഭാരതീയ വിദ്യാനികേതൻ കോഴാനൽ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ ഗ്രന്ഥപൂജ, പൂജയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി അഖിൽ വാതുശ്ശേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലളിതാ സഹസ്രനാമ ജപം, ദേവി മഹാത്മ്യ പാരായണം തുടങ്ങിയവയും നടന്നു. പാല ലാലം അമ്പലപ്പുറത്തുകാവ് ദേവീക്ഷേത്രത്തിൽ ലിപി സരസ്വതി വിദ്യാരംഭം നടന്നു. നിരവധി ഭക്തരാണ് വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയത്. ഐങ്കൊമ്പ് പാറേക്കാവ് ഭദ്രകാളി ക്ഷേത്രം, കുറിച്ചിത്താനം കാരിപ്പുടവത്തുകാവ് ദേവീക്ഷേത്രം, ഇലക്കാട് കാക്കനിക്കാട് ദേവീക്ഷേത്രം, പൂവരണി മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും വിജയദശമി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രങ്ങളിൽ രാവിലെ തന്നെ ഭക്തജന തിരക്ക് ഏറിയിരുന്നു. എഴുത്തിനിരുത്താനുള്ള കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവർ ക്ഷേത്രാങ്കണത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച ശേഷമാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിനായി എത്തിയത്. പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്കായി എത്തിച്ചേർന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.